നമസ്കാരം. പെരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2024 ജൂലൈ മാസം 21 മുതൽ 28 വരെയും കർക്കിടക മാസം 5 മുതൽ 12 വരെയുള്ള വാരഫലത്തെയാണ് ചിന്തിക്കുന്നത്. പൊതുവെ ഗ്രഹസഞ്ചാരത്തെയും അതോടൊപ്പം തന്നെ ചന്ദ്രൻ്റെ ഒരു ചാരവശാലുള്ള ഫലത്തെയും ചേർത്തിട്ടാണ് പറയാറുള്ളത്. ചന്ദ്രൻ ധനുരാശി മുതൽ മീനൻ രാശി വരെ ഏറെക്കുറെ സഞ്ചരിക്കും ഈ ഒരു വാരത്തിൽ. അങ്ങനെയുള്ള ഈ ഒരു പുതുവാരത്തിൽ 27 നക്ഷത്രക്കാരെ സംബന്ധിച്ചും വളരെയധികം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജ്യോതിഷത്തിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഗ്രഹഫലങ്ങളിലേക്കും അതോടൊപ്പം തന്നെ തത്പരിഹാരങ്ങളിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരം പൊതുവെ വളരെ അനുകൂലപ്പെട്ടിട്ട് തന്നെ സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. വ്യാഴം 2ാം ഭാവത്തിൽ സർവേശ്വരാണാം ദിഷണേ അസ്തു നിത്യം സാന്നിധ്യം. വളരെയധികം ശ്രേയസ്കരമാണ് ഈ 2ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുക. അതോടൊപ്പം തന്നെ രാശിനാഥനായ ചൊവ്വ 2ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബുധൻ്റെ ഒരു സഞ്ചാരം ചിങ്ങൻ രാശിയിലേക്ക് മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദിത്യൻ്റെ സ്ഥിതിയും കർക്കടകൻ രാശിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് രണ്ടും പൊതുവെ വളരെയധികം അനുകൂലത്തെ തന്നെയാണ് നിത്യജീവിതത്തിലുള്ളവരെ സംബന്ധിച്ച്, സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലും. അതോടൊപ്പം തന്നെ ഈ ബുധൻ്റെ ഒരു സ്ഥിതി വളരെയധികം സന്തോഷത്തെ നൽകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. പിന്നെ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം, ഒരു കുടുംബ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സുഖങ്ങളെയൊക്കെ നമുക്ക് ആ ബുധനെ കൊണ്ട് ചിന്തിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 4ാമത്തെ രാശിയിൽ ശുക്രൻ്റെ ഒരു സ്ഥിതി ഉള്ളതും ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം ശ്രേഷ്ഠമാണ്. ഈ ഒരു വാരത്തിൽ ശ്രദ്ധയോടെ നീങ്ങുന്നവർക്ക് വളരെയധികം ജീവിതത്തിൽ ആനന്ദത്തെ കൊണ്ടുവരാൻ സാധിക്കും. മേടക്കൂറുകാരെ സംബന്ധിച്ച് നിത്യജീവിതത്തിൽ ആനന്ദം ഉണ്ടാവും. അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സമില്ലാതെ നീങ്ങുന്നതായിട്ട് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ വീട് സംബന്ധിക്കുന്ന ഭവന വിഷയങ്ങളിലും മറ്റൊക്കെ ഒരു പുരോഗതി, അതോടൊപ്പം തന്നെ ഭവനം അന്വേഷിക്കുന്നവർ, വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമായിട്ട് വരും. അതോടൊപ്പം ഭവനം, വീട് മോടി പിടിപ്പിക്കുന്നതിന്, വളരെയധികം അലങ്കാരപ്പെടുത്തുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒപ്പം ഈ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാട് നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം മേന്മയോട് കൂടിയിട്ട് ഈ ഒരു വാരത്തിൽ നോക്കൂ, ആ 2ാം ഭാവത്തിൽ ചൊവ്വയുടെ ഒരു സ്ഥിതിയും കൂടി നമുക്ക് മനസ്സിലാക്കാം. സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം പുരോഗതിയാണ് ഈ ഒരു വാരത്തിലും അവർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഉള്ളവർക്കൊക്കെ വളരെയധികം ലാഭകരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഒപ്പം ബുധൻ്റെ ഈ ഒരു സഞ്ചാരം കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കൊക്കെ വളരെയധികം അനുകൂലത്തെയാണ് കാട്ടുക. പ്രത്യേകിച്ച് കലാകാരന്മാരെ സംബന്ധിച്ചൊക്കെ വളരെയധികം മാറ്റങ്ങൾ, അശ്വതി ഭരണി കാർത്തികയിലൊക്കെ പെട്ടിട്ടുള്ള അനവധി കലാകാരന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അവരിലൊക്കെ വെച്ചിട്ട് വളരെയധികം പുരോഗതി, അവരുടെ അർഹതയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു പ്രശസ്തിയോ മറ്റുള്ളതൊക്കെ കിട്ടുന്നതിനുള്ള ഒരു യോഗ്യത അവർക്ക് കാണുന്ന ഒരു വാരമാണിത്. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് വാതരോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവരെ സംബന്ധിച്ചിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ, ക്ലേശങ്ങളില്ലാതെ ഈ ഒരു വാരത്തിൽ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ ജീവിതത്തിലുള്ളവർ പ്രണയിതാക്കളെ സംബന്ധിച്ച് അത്ര അനുകൂലമുള്ള ഒരു കാലമല്ല ഈ ഒരു ആഴ്ച എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദാമ്പത്യ ജീവിതത്തിൽ മൊത്തം നോക്കുമ്പോൾ നമുക്ക് വലിയൊരു തിരക്കേടില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പ്രണയിതാക്കളെ സംബന്ധിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗുളികൻ്റെ സഞ്ചാരഗതി കൊണ്ട് നമുക്ക് ചിന്തിക്കാം. അതോടൊപ്പം തന്നെ വിദേശ യാത്രാ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ തടസ്സമുള്ളവർക്കൊക്കെ ആ തടസ്സം നീങ്ങിപ്പോകുന്നതിനൊക്കെ കാണാൻ സാധിക്കും. കുറേ പേരൊക്കെ എങ്കിൽ വിദേശത്തേക്കുള്ള യാത്ര ശരിയായിട്ട് വരുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കർമ്മ മേഖലയിൽ പുരോഗതി തന്നെയാണ് ഈ ഒരു വാരത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച്. മുഖ്യമായി ശനീശ്വരൻ 11ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായ അപവാദങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു കാരണമായി മാറുന്നതും അതൊക്കെ ഒരു മനസ്സിനെ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട്. മുഖ്യമായി ശനിക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം ചെയ്യുക, ശാസ്താവിനെ ഭജിക്കുക, അയ്യപ്പനെ നല്ലതുപോലെ ഭജിക്കാൻ സാധിക്കുക, മഹാദേവനെ ഭജിക്കുക, ശിവക്ഷേത്രത്തിൽ ധരിക്കുക, സഞ്ചരിക്കുക. അതോടൊപ്പം തന്നെ കൂവളമാല ചാർത്താൻ സാധിക്കുക, തിങ്കളാഴ്ച വ്രതം എടുക്കാൻ സാധിക്കുക. ഇതൊക്കെ വളരെയധികം മനസ്സിനെ ഇതിനോട് ചേർത്തിരിക്കും. നോക്കൂ, ഇതൊക്കെ നമ്മുടെ മനസ്സാണ് ഇതിൻ്റെയൊക്കെ ആധാരം. നമുക്കൊക്കെ എന്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സില്ലെങ്കിൽ ഇതിനൊന്നും ഒരു ഗുണം നമുക്ക് തോന്നില്ല. അപ്പോൾ മനസ്സെപ്പോഴും നല്ല ഒരു
ക്വാളിറ്റിയോടുകൂടി ഇരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ശനീശ്വരനെ ഭജിക്കുക, അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കാൻ സാധിക്കുക. ഇതൊക്കെ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുക്കലല്ല, ഇതൊക്കെ നിങ്ങൾക്ക് സ്വയമേധയാ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇന്നതിനുള്ള സൗകര്യം നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അതൊക്കെ മടക്കൂറുകാർക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്ര ഗതി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു 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 ഉത്സാഹം കാണാൻ വേണ്ടി അവർക്ക് സാധിക്കും. ഒരു ഉന്മേഷം, എല്ലാത്ത കാര്യത്തിലും ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടാവും. കുറച്ചു കാലങ്ങളായിട്ട് തടസ്സങ്ങൾ തന്നെ നേരിടുന്ന ഈ ഇടവക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ് ആ തരത്തിൽ ചിന്തിച്ചാൽ. കാരണം ശനിയുടെ ഒരു ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനീശ്വരനെ നല്ലതോടൊപ്പം ഭജിക്കുക. എങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലൊക്കെ വളരെ പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരുന്നതിനും അതോടൊപ്പം തന്നെ പഠന വിഷയങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നവരൊക്കെ കുറേ പേര് ഈ ഇടവക്കൂറുകാരൊക്കെ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. പുതിയ അഡ്മിഷനൊക്കെ കിട്ടി കുറേ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് പഠിപ്പ് നിന്നവർ പോലും പഠിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു ബുധൻ്റെ ഒരു സഞ്ചാരം വളരെ അനുകൂലത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സൗഹൃദ സഹോദര ബന്ധങ്ങളിലൊക്കെ വളരെയധികം മേന്മ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുക. വാഹനാദി വിഷയങ്ങളിൽ അല്പം തടസ്സങ്ങളും ക്ലേശങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഈ ഒരു വാരത്തിൽ ഭൂമി വാങ്ങുന്നതിന് അതൊക്കെ ഒരു ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാം. എങ്കിലത് ഈ ഒരു വാര അവസാനത്തോടു കൂടി മാറി വരുന്നതായിട്ട് കാണാം. എങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഉദരരോഗങ്ങളും നേത്രരോഗവും ഒക്കെ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അസ്ഥി സംബന്ധപ്പെട്ടിട്ടുള്ള ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരും. ഈ ഒരു വാരത്തിൽ മധ്യവയസ്സിനുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യത്തിൽ. ശനിദോഷം ആവുമ്പോഴങ്ങനെയാണ്, നമ്മൾ അകാരണമായ അസുഖങ്ങളാണ്. ഇപ്പോൾ തന്നെ എത്ര പേരാ വിളിക്കുക, ഇപ്പോൾ ഡോക്ടർമാരോടൊന്നല്ല, ഇപ്പോൾ ജ്യോത്സ്യന്മാരോടാ ചോദിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലാവുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 ഗുളികയൊക്കെ മാറ്റി കൊടുക്കാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറം ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഇന്ന് കൂടുതൽ കാണുക. അതുകൊണ്ട് ഇത്തരം ഗ്രഹസഞ്ചാരങ്ങളെ കൊണ്ടാണ് ഇങ്ങനെയുള്ള പോസിറ്റീവ് നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാന്ന് പറയുന്നവർക്കൊക്കെ സന്തോഷം ഉണ്ടാക്കാനും സങ്കടം ഉണ്ടാക്കാനും സാധിക്കണം. അതൊന്നും നമുക്ക് പറ്റുന്നില്ല. ഇതൊക്കെ മറ്റുള്ള വിഷയങ്ങൾ വന്ന് നമ്മളെ സ്പർശിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാരൊന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആ മാനസികമായിട്ടുള്ള ആ ഒരു 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 ഹെൽത്തി അല്ലെങ്കിൽ ആരോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തടസ്സം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പം വിദേശ യാത്രാ സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സം നീങ്ങുന്നതായിട്ട് നമുക്ക് ഇടവക്കൂറുകാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ശനിയുടെ ഒരു ദോഷമുണ്ടെങ്കിലും കുറച്ചൊരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമായിട്ട് മനസ്സിലാക്കാം. ഈശ്വര വിചാരത്തോടു കൂടി നീങ്ങുന്നവരെ സംബന്ധിച്ച്, ദൈവാധീനമുള്ളവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലമായിട്ടാണ് ഈ ഒരു വാരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മമേഖലയിൽ പുരോഗതി തന്നെ ഈശ്വരാധീനമുള്ളവരെ സംബന്ധിച്ച് കാണാം. എങ്കിൽ ശനിയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, പക്ഷേ ഇപ്പോഴുള്ള ഒരു സഞ്ചാരം, ഈ ശുക്രൻ്റെ മാറ്റവും അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്ര ഗതിയൊക്കെ തന്നെ ഈ ശനിയെ ഒരു പരിധിവരെ മാറ്റുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശനിദോഷം വരുമ്പോൾ അത് തന്നെ വിചാരിച്ചിരിക്കരുത്. ഒരു പരിധിവരെ ദോഷങ്ങൾ കുറഞ്ഞിട്ടാണ് ആ ഒരു ചിന്തയിൽ നമുക്ക് നീങ്ങാനും സാധിക്കണം. എങ്കിലേ നമുക്കിതൊക്കെ കൂടെ ചേർത്ത് വെക്കാൻ സാധിക്കുള്ളൂ. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യുക, അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വെള്ളിയാഴ്ച ലളിതാ സഹസ്രനാമം ജപിക്കുക, അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനവും ഒക്കെ കൊണ്ട് നടക്കാൻ സാധിക്കുക. ശനീശ്വര ജപം നല്ലതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കുക, എള്ളുതിരി കത്തിക്കാൻ സാധിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെയാണോ മനസ്സ് പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിച്ച് ചെയ്യാൻ സാധിക്കുക അത്തരത്തിലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും മാത്രം ചെയ്യുക. അതിലാവുമ്പോൾ പൂർണ്ണ തൃപ്തി നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് പൂർണ്ണ ഫലവും അവിടെ തന്നെ ഇടവക്കൂറുകാർ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരത്തിൻ്റെ അവസാന ഭാഗം തിരുവാതിര, പുണർദ നക്ഷത്രങ്ങളടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിലെ ചന്ദ്രചാരവശാലുള്ള ഫലം, അവരുടെ 7ാമത്തെ രാശിയിൽ നിന്നും ചന്ദ്രൻ സഞ്ചരിക്കാൻ തുടങ്ങി. ഇതാ അവരുടെ കർമ്മസ്ഥാനം വരെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം പുരോഗതി നമുക്ക് മനസ്സിലാക്കാം.
ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അല്പ തടസ്സങ്ങൾ ഈ ഒരു വാരം നമുക്കൊന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. എങ്കിൽ തന്നെയും അനാവശ്യമായ ക്രയവിക്രയങ്ങളും അശ്രദ്ധയും കുറച്ചു കഴിഞ്ഞാൽ തന്നെ കുറേ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. എങ്കിൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മുഖ്യമായി അവർ ശ്രദ്ധിക്കേണ്ടത് സഹോദര ബന്ധങ്ങളിലൊക്കെ ഒരു 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 വിഷമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അകാരണമായ വഴക്കുകൾ ഉണ്ടാവാം, അകാരണമായ ആവശ്യങ്ങൾ ഉന്നയിക്കാം. ഇതൊക്കെ സാധ്യതയുള്ള ഒരു വാരമാണ്. മിഥുനക്കൂറുകാരൊന്ന് വളരെയധികം ശ്രദ്ധിക്കണേ നിങ്ങൾ. അതോടൊപ്പം തന്നെ കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ലേശം ഒരു തടസ്സം വരും, ഒരു ക്രമക്കേട് വരാം. ഉത്സാഹത്തോടു കൂടി പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു ചെറിയ ഒരു 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 അലസത കാട്ടിത്തുടങ്ങിയേക്കാം. അതൊക്കെ ഒന്ന് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരംഭത്തിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുധൻ്റെ സഞ്ചാരം കൊണ്ടാണത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ഭവന മാറ്റത്തിനും അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളാവട്ടെ, ഇതിനൊക്കെ ഒരു തടസ്സമാണ് ഈ ഒരു വാരത്തിൽ. ഒന്ന് നല്ലതുപോലെ ഈശ്വര എന്നുള്ള ഭാവത്തോടെ നീങ്ങാൻ സാധിക്കുക നിങ്ങൾക്ക്. നല്ലതുപോലെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ കേട്ട് ചെയ്യാൻ സാധിച്ചാൽ ഇതൊക്കെ അതൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിലാണ്. ഉള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവരുടെ വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ ലേശം ബുദ്ധിമുട്ടുകൾ ഈ ഒരു വാരത്തിൽ ഒന്ന് പ്രതീക്ഷിച്ച് നീങ്ങേണ്ടതാണ്. അനാവശ്യമായ വാക്കുകൾ, അശ്രദ്ധയുണ്ടാവരുത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കുക. എങ്കിൽ കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ വളരെയധികം പുരോഗതി നമുക്ക് മനസ്സിലാക്കാം. ഈ ചന്ദ്രൻ്റെ സഞ്ചാരം വളരെയധികം ഫലം ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാം, ചന്ദ്രൻ്റെ വളരെയധികം മാറ്റത്തോടെ ഓരോ മിനിറ്റും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ആധാരം ചന്ദ്രനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. വിനാഴികകൾക്കൊക്കെ നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അപ്പോൾ വളരെയധികം പുരോഗതിയാണ് കർമ്മ മേഖലയിൽ. ഇതൊക്കെ ശ്രദ്ധിച്ച് നീങ്ങുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം തന്നെ നീരാഞ്ജനം നടത്തുക. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കാൻ സാധിക്കുക. അത് മിഥുനക്കൂറുകാർ വളരെയധികം ശ്രദ്ധയോടുകൂടി കടുംബായസ നിവേദ്യം നടത്തുക, ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക. ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. പുണർദ അവസാന ഭാഗം, പൂയം, ആയില്യ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കർക്കിടകൂറുകാർക്ക് 11-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ കർക്കിടകൻ രാശിയിൽ ശുക്രനും ആദിത്യനും 2-ാം ഭാവത്തിലേക്കാണ് ബുധൻ്റെ സഞ്ചാരം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം മെന്മയാണ് ഈ ഒരു വാരത്തിൽ പറയാനുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ ശ്രദ്ധയുള്ളവർക്ക് തന്നെ മനസ്സിലാവും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കർക്കിടകൂറുകാർക്ക്. എങ്കിൽ തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യസ്ഥിതി ഒന്ന് വിഷമിക്കാൻ സാധ്യതയുണ്ട്. അകാരണമായ വിഷമങ്ങളും ടെൻഷനൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാര്യമാണ് കർക്കിടകൂറുകാർക്ക് കാണാം. നിത്യജീവിതത്തിൽ വളരെയധികം പുരോഗതി വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ധാരാളം നിത്യജീവിതത്തിൽ ആരോഗ്യ കാര്യത്തിലാവട്ടെ മാനസിക കാര്യത്തിലൊക്കെ ഒരു ഉന്മേഷം ഉണ്ടാവും. എങ്കിലും അകാരണമായ പ്രശ്നങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എങ്കിൽ സാമ്പത്തികമായ കാര്യത്തിൽ പുരോഗതി തന്നെയാണ് കർക്കിടകൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക. സൗഹൃദ അതോടൊപ്പം സഹോദര ബന്ധങ്ങളിലൊക്കെ വളരെ മേന്മയോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കും. വളരെയധികം സൗഹൃദങ്ങളും സഹായങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും കർക്കിടകൂറുകാർക്ക്. വാഹനാദി വിഷയങ്ങളിൽ തടസ്സം നീങ്ങുന്നതിനും അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകളും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അനുകൂല സ്ഥിതിയാണ് കർക്കിടകൂറുകാർക്ക് കാണാൻ സാധിക്കുക. സന്താന വിഷയങ്ങളിലൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ട് ഈ ഒരു വാരത്തിൽ കുട്ടികളെ കൊണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ളൊക്കെ അനുകൂലമായ സ്ഥിതിയൊക്കെ ഈ ഒരു വാരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ പ്രണയദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ അഷ്ടമശനി എന്നുള്ള ദോഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രണയദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പുരോഗതിയാണ് ഈ ഒരു വാരത്തിൽ കാണാൻ കാര്യം. 11-ലുള്ള വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയാണ്. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് വളരെ രസമായിട്ട്, അതാണ് ഈ ശാസ്ത്രം എന്നുള്ളത് തന്നെ വളരെയധികം രസമായിട്ടുള്ളതാണ്. ഇപ്പോൾ പറയും ജ്യോത്സ്യന്മാരാകുമ്പോൾ പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ അത് വളരെ രസമായിട്ടാണ് തോന്നുന്നതാണ്. അല്ലാതെ ഈ പഠിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എവിടെയും തോന്നില്ല. അതാണ് ഈ ജ്യോതിശാസ്ത്രത്തിന് മാത്രം നമുക്കൊരു അത്ഭുതം തോന്നുന്നത് എന്നാണ്. പഠിക്കും തോറും അത് വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ഈ ശനിയുടെ ഈ ഒരു അവസ്ഥയിലും ഇങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും വരും. ആ ഒരു ഗ്രഹത്തെ കണ്ടറിഞ്ഞ് അതിനെ ചിന്തിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് പൂർണ്ണഫലമാണ്. വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ അനുകൂലത്തിലാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ടത്. പാദരോഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ശിരോരോഗം ശ്രദ്ധിക്കുക, അതോടൊപ്പം തന്നെ ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള പീഡകളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശനിക്ഷേത്ര ദർശനം ചെയ്യാം, നീരാഞ്ജനം നടത്തുക, അതോടൊപ്പം തന്നെ ശാസ്താവിന് ദർശനം ചെയ്യുക, എള്ളുതിരി കത്തിക്കുക. ഇതൊക്കെ വളരെയധികം നല്ലതാണ്.
വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, അതൊക്കെ വളരെയധികം നല്ലത്. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക, ഇതൊക്കെ ചെയ്താൽ തന്നെ ധാരാളമായി. ഇത് ചെയ്യാൻ കർക്കിടകൂറുകാർക്ക് നല്ലതുപോലെ സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ. മകം, പൂരം, ഉത്രം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ അവരുടെ നിത്യജീവിതത്തിൽ ശ്രേഷ്ഠതകൾ തന്നെയാണ് ബുധൻ്റെ ആ ഒരു സ്ഥിതി. അവിടെ രണ്ടാം ഭാവനാഥനായ ബുധൻ അവിടെ വന്നതോടുകൂടി വിദ്യാഭ്യാസ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലൊക്കെ ബുധനെ കൊണ്ട് ഒരു ഗുണം തന്നെ പറയാം. പൂർണ്ണമായിട്ട് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ അവർക്കൊരു ഉന്മേഷം കാണാം. പിന്നെ നിർത്തിവെച്ചതായ പഠിപ്പുകളൊക്കെ തുടങ്ങുന്നതിനും കലാസംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ വരുന്നതിനൊക്കെ ഒരു നല്ല വാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ പിന്നെ സാമ്പത്തികമായ വിഷയങ്ങളിലൊക്കെ തടസ്സങ്ങളില്ലാതെ നീങ്ങാം ഒരു പരിധിവരെ എന്ന് നമുക്ക് മനസ്സിലാക്കാം ചിങ്ങക്കൂറുകാരുടെ. എങ്കിൽ സൗഹൃദ ജീവിതത്തിലും അതോടൊപ്പം തന്നെ സഹോദര ബന്ധങ്ങളിലും ജീവിതത്തിലൊക്കെ ഒരു ക്ലേശം, അനാവശ്യമായ വാക്കുകളും അശ്രദ്ധയും ഒക്കെ വന്നു ചേർന്നേക്കാം. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നീങ്ങിയാൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതിലൊക്കെ ഒരു അലസത വരാം. ചിലപ്പോൾ സൗഹൃദ കാര്യങ്ങളിലായാലും സഹോദര കാര്യങ്ങളിലൊക്കെ ഒരു അലസത നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. വാഹനാദി വിഷയങ്ങളിലും ഭവന സംബന്ധപ്പെട്ട വിഷയങ്ങളിലും വളരെ അനുകൂലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ഈ ഒരു വാരത്തിൽ ലേശം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. അവരുടെ കാര്യങ്ങളിലൊക്കെ തടസ്സം നീങ്ങി വരുന്നതും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അന്വേഷിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ മക്കളുടെ പഠന കാര്യത്തിലൊക്കെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ വരിക. ഇപ്പം നമ്മളുടേത് മാത്രമല്ല മക്കളുടേതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. അതുകൂടി അനുകൂലത്തിൽ വരുന്ന ഒരു വാരമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ യാത്രകൾക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആ ഉദയത്തിലുള്ള ബുധൻ നിങ്ങൾക്കറിയാം വളരെയധികം ശ്രേഷ്ഠതയാണ്. അവരുടെ ജീവിതത്തിൽ ഇതുവരെ അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭങ്ങൾ വന്നു ചേരുന്നതിനും പ്രശസ്തി വർദ്ധിക്കുന്നതിനും അതിനൊക്കെ അവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു കാലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മ മേഖലയിൽ പുരോഗതി തന്നെയാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കർമ്മനാഥനായ ചൊവ്വ 10ാം ഭാവത്തിൽ ചൊവ്വ, 9ാം ഭാവനാഥനായ ചൊവ്വ വന്നതോടുകൂടി കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാവും. സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങിയാൽ ലാഭത്തിലേക്ക് കൊണ്ടെത്തിക്കാം. ഈ ഒരു വാരത്തിൽ സാമ്പത്തികമായിട്ട് ധാരാളം വരാൻ സാധ്യതയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാനും അത് അനാവശ്യമായ ചെലവുകളിലേക്കാണ് സാധ്യത. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ ഈ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ. ശിവക്ഷേത്ര ദർശനം ചെയ്യുക, ആദിത്യ ക്ഷേത്ര ദർശനം ചെയ്യുക, പറ്റുന്നവർ നവഗ്രഹങ്ങളിൽ. അതോടൊപ്പം തന്നെ ഗണപതി ഹോമം നടത്താൻ വേണ്ടി സാധിക്കുക. ഒരുവിധം തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിന് വളരെയധികം നല്ലതാണ്. ഗണപതിക്ക് കറുകമാല ചാർത്തുക, മുക്കുറ്റി കൊണ്ട് ഗണപതി ഹോമത്തിൽ സമർപ്പിക്കുക, ഇതൊക്കെ വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് കടുംബായസം, രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. മനസ്സിൻ്റെ ധൈര്യം വർദ്ധിക്കുന്നതിന് ഒക്കെ നല്ലതായിട്ട് കാണുന്നു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. ഉത്രം, അത്തം, ചിത്ര ആദ്യപാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാരുടെ 12ാമത്തെ ഭാവത്തിലേക്കാണ് രാശിനാഥനായ ബുധൻ സഞ്ചരിച്ചെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ 12ാം ഭാവത്തിൽ രാശിനാഥൻ സഞ്ചരിക്കുക പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു തടസ്സവും ഒരു ഉത്സാഹക്കുറവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ലേശം തടസ്സങ്ങളാണ് ഒന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഈ ഒരു കർമ്മ മേഖലയിൽ ഒക്കെ ഒരു തടസ്സം ഒന്ന് പ്രതീക്ഷിച്ച് നീങ്ങേണ്ടതാണ് കന്നിക്കൂറുകാർ. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അങ്ങനെയെങ്കിൽ അവരുടെ 9ാമത്തെ ഭാവത്തിൽ അവിടെ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാധീനം നന്നേ ഇല്ല എന്നല്ല, വളരെയധികം ഈശ്വരാധീനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ 2ാം ഭാവനാഥനായ ശുക്രനും അവിടെ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇങ്ങനെ ഗുണങ്ങളാണെങ്കിൽ ഗുണങ്ങളെയും നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പുരോഗതി വരുന്നതായിട്ട് കാണാം നമുക്ക്. കന്നിക്കൂറുകാരുടെ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ തടസ്സങ്ങളില്ലാതെ നീങ്ങുന്നതും സഹായങ്ങൾ വന്നു ചേരുന്നതിനും പരസ്പരം സന്തോഷത്തോടു കൂടി നീങ്ങുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ചന്ദ്രൻ 4ാമത്തെ രാശിയിലുള്ളത് കൊണ്ട് ഇപ്പോൾ തന്നെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ ഒരുവിധം ഒക്കെ ഈ ഒരു വാരം ആദ്യത്തോടുകൂടി ഞായറാഴ്ചയോടുകൂടി തന്നെ മാറ്റം വരുന്ന ആൾക്കാർ കാണാം. വീടിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാവുന്നതും. എത്രയോ ആൾക്കാരാണ് വീട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല, സ്ഥലം നോക്കി ഇഷ്ടപ്പെടുന്നില്ല. അതിനൊക്കെ തൃപ്തിയായിട്ട് വരുന്ന ഒരു വാരമായിട്ട് വരും കന്നിക്കൂറുകാരെ സംബന്ധിച്ച്.
അതോടൊപ്പം തന്നെ സന്താന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടാണ് കുഞ്ഞു മക്കളെ കൊണ്ട് സന്തോഷം കിട്ടുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറുകാർക്ക് മനസ്സിലാക്കുക. ആരോഗ്യ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. മധ്യവയസ്സിലുള്ളവർ ഒന്ന് അല്പം അധികം ശ്രദ്ധിക്കുക. ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും സന്ധി വേദനകളും ഒന്ന് ശ്രദ്ധിക്കുക. പാദരോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ വിദേശ യാത്രാ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഈ ഒരു വാരം ലേശം ക്ലേശമായിട്ട് തന്നെ തീരും. അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വാരം ഇങ്ങോട്ട് യാത്രയ്ക്ക് ഇങ്ങോട്ട് അന്വേഷിക്കുന്നതിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള കാര്യത്തിലൊക്കെ ഒരു തടസ്സം ചെറിയ തോതിൽ നേരിടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർമ്മ മേഖലയിൽ പുരോഗതിയാണ് ഈ ഒരു വാരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. 10ാം ഭാവനാഥനായ ആ ഒരു വ്യാഴം ബുധൻ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതോടുകൂടി ആ ഒരു ഈശ്വരാധീനത്തെ നല്ലതുപോലെ നമുക്ക് ഒന്ന് കൊണ്ടുവരാൻ സാധിക്കണം. പുതിയ കർമ്മ മേഖലയിൽ അന്വേഷിക്കുന്നവർക്കൊരു തടസ്സം തന്നെയാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ പറഞ്ഞുവല്ലോ വിദേശ യാത്രകൾ പോലെ തന്നെ തടസ്സമാണ്. ഉള്ളവരെ സംബന്ധിച്ച് വലിയൊരു തടസ്സമില്ലാതെ തന്നെ ഈ ഒരു വാരത്തിൽ അത് 12ൽ ബുധൻ ഉള്ളത് കൊണ്ട് അങ്ങനെ ജോലി ഇല്ലവരെ സംബന്ധിച്ച് ജോലി പോകുന്നില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നീങ്ങും. ഇനി ജോലി അന്വേഷിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ശനി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ആരോഗ്യ കാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിന്. അതോടൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, നാരായണ നാമം ജപിക്കാൻ സാധിക്കുക. കർക്കിടക മാസമാണ്, രാമായണം ജപിക്കുക, അതോടൊപ്പം തന്നെ രാമനാമം ജപിക്കുക. നമുക്കിപ്പോൾ കുട്ടികളൊക്കെ ഈ സന്ധ്യക്ക് നാമം ജപിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ വെറുതെ ഒന്ന് അതിൻ്റെ മുന്നിൽ പോയിട്ടൊന്ന് തൊഴുതിട്ട് വരിക. നമുക്ക് എന്തൊരു കഷ്ടമാണ്. നമ്മുടെയൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ പറ്റണു പറയുമ്പോൾ കുറച്ച് നാമം ജപിക്കാൻ ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കണം. മറ്റൊന്നും ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കേണ്ട, മറ്റൊക്കെ പഠിച്ചോളൂ എന്നാണ്. ഈ നാമം ജപിക്കാൻ ഇതൊക്കെ പഠിപ്പിച്ചാൽ തന്നെ പറ്റുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ശ്രദ്ധയുണ്ടാവണം. ഇപ്പോൾ പല ആൾക്കാരും ഇത് പറഞ്ഞു പറ്റിക്കാനൊക്കെ നമ്മുടെ കാര്യം ഉണ്ടാവില്ലേ. ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യം പറയുമ്പോൾ തന്നെ അതിന് കമൻറ്റ് വരുന്നത് മോശമായിട്ടാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേണ്ടുന്ന കാര്യം നല്ലതുപോലെ ശ്രദ്ധിച്ചാലേ നടക്കുള്ളൂ. കുട്ടികളുടെ കാര്യമൊക്കെ നിങ്ങളതിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇന്നിപ്പോൾ എത്ര നന്നായിട്ട് പറഞ്ഞാലും യൂട്യൂബിലൊക്കെ വന്ന ആരും ചീത്ത വിളിക്കാതെ ഒന്നും ഇരിക്കില്ല. അതൊന്നും കേട്ടിട്ട് ഇത് കാണുന്നവർ ഇത് വളരെ സത്യമായിട്ടുള്ളതാണ്, നാമം ജപിക്കാൻ നമുക്ക് പ്രാപ്തരാവണം നമ്മുടെ കുട്ടികൾ. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ അതിൻ്റെ മാറ്റത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കൂടി സാധിക്കും. നാമം ജപിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കന്നിക്കൂറുകാരതൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക്. ചിത്ര അവസാന ഭാഗം, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ രാശിനാഥനായ ശുക്രൻ അവരുടെ 10ാമത്തെ ഭാവത്തിൽ സഞ്ചരിക്കണു എന്നുള്ളത് കൊണ്ട് തന്നെ കർമ്മമേഖലയിൽ പുരോഗതി കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ചന്ദ്രൻ്റെ ഒരു അംശകം വരുന്നു. അതോടൊപ്പം തന്നെ ഇനി ആദിത്യൻ അവിടെ സ്ഥിതി ചെയ്യണു. അതൊക്കെ കൊണ്ട് തന്നെ കർമ്മമേഖലയിൽ ജോലി കയറ്റത്തിനും അതോടൊപ്പം ഇപ്പോഴത്തെ ഒരു കാലത്തിൽ തന്നെ കുറച്ച് ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ ഒരു സമാധാനം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാഴ്ചയായിട്ട് കുറച്ചൊരു സമാധാനമാണ് തുലാവക്കൂറുകാർക്ക്. കുറച്ച് പേർക്കൊക്കെ ഒന്നും കിട്ടുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷേ കുറേ പേർക്കൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം തുലാവക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനും അതോടൊപ്പം തന്നെ വാക്ക് സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ മാറുന്നതിന് ഇല്ലേ. ഇപ്പോൾ അങ്ങനെയുള്ള യോഗങ്ങൾ വരുമ്പോഴാണ് സംസാരിക്കാത്ത ആൾ സംസാരിക്കുകയാണ്. ഇനി സംസാരിച്ചുകൊണ്ടിരുന്നവരെന്താ ചെയ്യുക, അവർ കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങും. കുറച്ചും കൂടി നല്ല നല്ല വാക്കുകൾ. ഇപ്പോൾ മനുഷ്യൻ്റെ വാക്കിലൂടെ എന്തൊക്കെ മോശങ്ങളും നല്ലതൊക്കെ സംഭവിക്കും. അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലതിനെ മാത്രം ശ്രദ്ധിക്കാൻ ഒരു കാലഘട്ടം, അതൊരു പ്രത്യേകതയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. അങ്ങനെ പറ്റാറുള്ളൂ എന്നാണ്. അല്ലാതെ എല്ലാം തികഞ്ഞിട്ടാരും വരാറില്ല. നമുക്ക് ഓരോന്നും മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. അതിനാണിത് ധാരാളം കേൾക്കുക. ഇത്തരത്തിലുള്ളത് വാക്ക് സംബന്ധമായിട്ട് വളരെ അനുകൂലമാണ്. ശുക്രൻ നമുക്ക് കാണാൻ സാധിക്കും ആ തുലാവ രാശിനാഥൻ 10ാം ഭാവത്തിൽ. അതോടൊപ്പം ചൊവ്വ വളരെയധികം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതോടുകൂടി അവിടെ ഗുളികൻ്റെ ഒരുക്കെ ദൃഷ്ടി കേന്ദ്ര യോഗങ്ങൾ വരുമ്പോൾ ഈ ഒരു ഫലത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ സൗഹൃദ സഹോദര ബന്ധങ്ങളിലൊക്കെ വളരെയധികം അനുകൂലങ്ങളും സഹായങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി ഇടപാടുകളാവട്ടെ, ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലൊക്കെ അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ വീട് അന്വേഷിക്കുന്നവർക്ക് വീടൊക്കെ വന്നു ചേരുന്നതിനൊക്കെയുള്ള ഒരു നല്ല കാലമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യത്തിൽ ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് അവരൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അകാരണമായിട്ടുള്ള അസുഖങ്ങൾ അവർക്കുണ്ടാവാം, അകാരണമായിട്ടുള്ള ടെൻഷൻ അവരെ സംബന്ധിച്ചുണ്ടാവാം. ഇതൊക്കെ ഈ ഒരു വാരത്തിൽ ഉണ്ടാവാം. അശ്രദ്ധ കൊണ്ടും അസുഖങ്ങൾ വന്നു ചേരാനേക്കാം. ഇതൊക്കെ തുലാവക്കൂറുകാരും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവരുടെ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം
ശ്രേഷ്ഠതയോടുകൂടി സന്തോഷത്തോടുകൂടി നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ പൂർവികമായിട്ടുള്ള സ്വത്ത് വകകൾ കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ പൂർവികമായിട്ടുള്ള അത് പല പല ഗുണങ്ങളും ജോലി ചെയ്തിട്ടുള്ളതിൻ്റെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിനും ഒക്കെ ഒരു നല്ല കാലമായിട്ട് മനസ്സിലാക്കാം. പഠിച്ചതിൻ്റെ ഗുണം കിട്ടുന്ന ഒരു കാലമായിട്ട് മനസ്സിലാക്കാം. മുഖ്യമായി ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ നീരാഞ്ജനം നടത്താൻ സാധിക്കുക, ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, ഇതൊക്കെ നിത്യം നിരന്തരം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാറ്റമാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. ഇതിൽ നിന്നും പൂർണ്ണമായി ഒരു മാറ്റം വരണമെങ്കിൽ 2025 ഏപ്രിൽ മാസത്തോടുകൂടി ചെറിയൊരു മാറ്റം വരുന്നതാണ്. അതുവരെ ഇത് തുടർന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷത്തെ കിട്ടുന്നതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ 2ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കണു എന്ന് തുടങ്ങിയിട്ടാണ് ഈ ഒരു വാരം ആരംഭിക്കുക. ഏകദേശം അവരുടെ 5ാം ഭാവം വരെ ചന്ദ്രൻ്റെ സഞ്ചാരമാണ് മുഖ്യമായിട്ടുള്ള ഫലദാതാവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. വാരഫലത്തിൽ എങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഗുളികൻ്റെ സഞ്ചാരവും വളരെയധികം പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ ഗുളികൻ്റെ സ്ഥിതിയും യോഗങ്ങളൊക്കെ നമ്മൾ ഈ കേരളീയ ജ്യോതിഷത്തിലേ കാണാറുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ബുധൻ്റെ ഒരു രാശിമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദിത്യൻ അവരുടെ 9ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. ആ ഗുരുജന സ്ഥാനത്ത് തന്നെ ആദിത്യം വളരെയധികം ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ചത് അനവധി ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു യോഗമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. ആ ഭാഗ്യത്തിലെ ആദിത്യൻ അതോടൊപ്പം നിത്യജീവിതത്തിൽ വളരെയധികം ശ്രേയസ് തന്നെയാണ് വൃശ്ചികക്കൂറുകാർക്ക് പറയേണ്ടതായിട്ടുള്ളത്. അതോടൊപ്പം അവരുടെ രാശിനാഥൻ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതോടുകൂടി പല കാര്യത്തിലും അവർക്ക് നിവൃത്തി വന്നു ചേരുന്നതിനും പല കാര്യങ്ങളും കുറേ കാലങ്ങളായി മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാലമായിട്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർമ്മ മേഖലയിൽ പുരോഗതിയാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. സാമ്പത്തികമായിട്ട് അനവധി സമ്പത്ത് വന്നു ചേരുന്ന ഒരു കാലമായിട്ട് മനസ്സിലാക്കാം. അനവധി കടങ്ങൾ കൊടുത്തു തീരുന്നതിനും അതുപോലെ അനവധി ഇടപാടുകളൊക്കെ തീർന്ന് സമാധാനമാവുന്നതിന് വലിയൊരു അനുകൂലമുള്ള ഒരു കാലമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ പുരോഗതി തന്നെയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടത് തന്നെയാണ്. ശനിക്ഷേത്ര ദർശനം മുടങ്ങാതിരിക്കാൻ സാധിക്കണം നിങ്ങൾക്ക്. മനസ്സൊരു നിമിഷം പോലും ശ്രദ്ധയോടുകൂടി കിട്ടില്ല എന്നുള്ളതാണ് വൃശ്ചികക്കൂറുകാരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത്രയും ടെൻഷനായിരിക്കാൻ സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെയാണ് പൊതുവേ ഫലം പറയുക. അങ്ങനെയെങ്കിൽ ഈ ശനിയുടെ സഞ്ചാരത്തെ ഒന്ന് കണ്ട് അറിഞ്ഞ് നോക്കിയാൽ ഒരു പരിധിവരെ വിഷമങ്ങൾ മാറും. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തടസ്സം നീങ്ങാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളൊക്കെ ലാഭമായി വന്നു ചേരുന്നതായിട്ട് കാണാം. സന്താന സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ മാറി വരുന്നതായിട്ടും കുട്ടികൾക്കുള്ള അസുഖങ്ങളെ കൊണ്ട് വിഷമിക്കുക അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നത്, കുട്ടികളുടെ പഠനകാര്യം ഇതൊക്കെ ഒന്ന് നേരെയായി വരുന്ന കുട്ടികളെ ഓർത്തൊരു സമാധാനം കിട്ടുന്ന ഒരു വാരമായിട്ട് നമുക്കിതിനെ ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ 7ാമത്തെ ഭാവത്തിൽ ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരം ഉള്ളത് കൊണ്ട് തന്നെ വിദേശ യാത്രകളൊക്കെ അനുകൂലമായിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അത് വന്നു ചേരുന്നതിനും പ്രണയിതാക്കളെ സംബന്ധിച്ച് വിവാഹത്തിലേക്ക് എത്തുന്നതിനൊക്കെയുള്ള നല്ല യോഗങ്ങൾ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം ആരോഗ്യ കാര്യത്തിൽ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് കർണരോഗം, അതായത് ചെവി രോഗം, നല്ലതുപോലെ ചെവി അസുഖങ്ങൾ, ശിരോസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം സന്ധിവേദനകൾ ശ്രദ്ധിക്കുക, പാദരോഗങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉള്ളവർക്കേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം പുരോഗതിയാണ് ഈ ഒരു വാരത്തിൽ. ശനിക്ഷേത്ര ദർശനം ചെയ്യാം, ശനീശ്വരന് നീരാഞ്ജനം ജപിക്കുക, ശനീശ്വരായ നമ, ഓം ശനൈശ്വരായ നമ എന്നുള്ള ഒരു മഹാമന്ത്രത്തെ 108 പ്രാവശ്യമെങ്കിലും നിരന്തരം ജപിക്കുക. ഓം ശനൈശ്വരായ നമ. ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ 10ാമത്തെ ഭാവത്തിലുള്ള ഈ ഒരു കേതുവിൻ്റെ 10ാമത്തെ ഭാവത്തിലുള്ള ബുധൻ്റെ ഒരു സ്ഥിതി ജോലി കാര്യങ്ങളിൽ പുതിയതായിട്ട് സ്ഥാനകയറ്റം കിട്ടുന്നതിനും ജോലി തടസ്സപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ ജോലി കിട്ടുന്നതിനൊക്കെ ഒരു നല്ല കാലമാണ്. അതോടൊപ്പം തന്നെ ആദിത്യ ക്ഷേത്ര ദർശനം, ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. ദേവിക്ക് കുങ്കുമാർച്ചന ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം നല്ലത് ഈ ഒരു വാരത്തിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ധനുക്കൂറുകാരുടെ
രാശിയിൽ നിന്നും ചന്ദ്രൻ സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഈ ഞായറാഴ്ച മുതൽ ആ ചന്ദ്രൻ ഇതാ മീനൻ രാശി വരെ സഞ്ചരിക്കുമ്പോൾ, 4-ാം ഭാവം വരെ സഞ്ചരിക്കുമ്പോൾ അനവധി ഫലങ്ങൾ നമുക്ക് പറയാം. ഇതൊക്കെ ചന്ദ്രൻ്റെ രാശി ഫലമാണ് വളരെയധികം ഗൗരവമായിട്ട്. അങ്ങനെയെങ്കിൽ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 9-ാമത്തെ ഭാവത്തിലേക്ക് ബുധനും അതോടൊപ്പം തന്നെ അഷ്ടമത്തിലേക്കാണ് അവിടെ ആദിത്യം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു മാസം അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രങ്ങളെയാണ് ഈ ഒരു വാരത്തിൽ ചിന്തിക്കാൻ വേണ്ടി സാധിക്കുക. നിത്യജീവിതത്തിൽ തിരക്ക് വർദ്ധിക്കുന്നതിനും അതോടൊപ്പം തന്നെ വല്ലാത്ത ടെൻഷൻ വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട്. അതോടുകൂടി അസഹിഷ്ണുത വർദ്ധിക്കുന്നതിനും ഒന്നിലൊരു സ്വസ്ഥമല്ലാത്തൊരു മനസ്സാവാൻ സാധ്യതയുണ്ട് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ധനുക്കൂറുകാരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം സഹോദര ബന്ധങ്ങളിലൊക്കെ വളരെ മേന്മയോടുകൂടി സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിലൊക്കെ തടസ്സങ്ങൾ നീങ്ങി വരുന്നതിനും, പുതിയ വീട് വെക്കാൻ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും വീട് അന്വേഷിച്ച് നടക്കുന്നവരെ സംബന്ധിച്ചും ഭൂമി വിൽക്കാൻ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ്. നമ്മൾ ഓരോരുത്തരുടെ വിഷയങ്ങൾ ഓരോന്നല്ലേ. അപ്പം ഭവന സംബന്ധപ്പെട്ടുള്ള അതിനൊക്കെ മൊത്തത്തിലാണ് എല്ലാത്തിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. അതോടൊപ്പം സന്താന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഒരു സന്തോഷത്തോടു കൂടി നീങ്ങുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ആരോഗ്യ കാര്യത്തിൽ ധനുക്കൂറുകാർ ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പാദരോഗങ്ങളും സന്ധിരോഗങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ പ്രണയ ജീവിതത്തിലുള്ളവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളില്ലാതെ നീങ്ങും. മുഖ്യമായി ആരോഗ്യ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. രക്തസംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും ഉണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാർ. അതോടൊപ്പം തന്നെ ധനുക്കൂറുകാരെ സംബന്ധിച്ച് പൂർവികമായ സ്വത്തുവകകൾ വന്നു കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ നിന്നുപോയ പഠനങ്ങൾ പുനരാരംഭിക്കുന്നതിനും ഇല്ലേ, പണ്ട് എങ്ങാണ്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ചതുപോലും പഠിക്കണം എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം ഇതായിട്ട് വരാം. അങ്ങനെ പല ആൾക്കാരും കാണാറുണ്ട്. കുറേ വർഷത്തിന് ശേഷമൊക്കെ ഒരു കോഴ്സ് എടുക്കുക, അങ്ങനെയൊക്കെ തോന്നാം. അതിനൊക്കെയുള്ള ഒരു നല്ല കാലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതിയാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അകാരണമായിട്ടുള്ള മത്സരങ്ങൾ കർമ്മ മേഖലയിൽ ഉണ്ടായേക്കാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സാംസ്കാരിക മേഖലയിലുള്ളവർക്കും വളരെയധികം പുരോഗതിയാണ്. വളരെയധികം പ്രശസ്തി ലഭിക്കുന്നതിനൊക്കെ ഒരു കാലമായിട്ട് നമുക്ക് ധനുക്കൂറുകാർക്ക് മനസ്സിലാക്കാം. ശനീശ്വരനെ ഭജിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ ഭഗവതിക്ക് നിവേദ്യം നടത്തുക, ഭഗവതിക്ക് മാല ചാർത്തുക, നെയ്വിളക്ക് സമർപ്പിക്കുക, ഇതൊക്കെ വളരെയധികം നല്ലതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. ഉത്രാടത്തിൻ്റെ അവസാന ഭാഗം തിരുവോണം, അവിട്ട നക്ഷത്രങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ശനി 2-ൽ സഞ്ചരിക്കുന്നതോടുകൂടി സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാരമായിട്ട് ഇതിനെ മനസ്സിലാക്കാം. വലിയൊരു തടസ്സങ്ങളും വലിയൊരു ക്ലേശത്തിലേക്ക് അവർ സഞ്ചരിക്കും. അശ്രദ്ധയാണ് അതിന് മുഖ്യമായി 2 ആഴ്ച കൊണ്ടേയുള്ള ഒരു ഫലങ്ങളാണ് പറയാറുണ്ട് നമ്മൾ. അങ്ങനെയെങ്കിൽ ഭവന സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സം നീങ്ങുന്നതിനും പുതിയ സൗഹൃദങ്ങളിൽ നിന്നും സഹായങ്ങൾ വരുന്നതിനും അതോടൊപ്പം തന്നെ കുറേ സൗഹൃദങ്ങളിൽ ക്ലേശങ്ങൾ ഉണ്ടാവുന്നതിനൊക്കെയുള്ളൊരു സാധ്യത മീനൻ രാശി പ്രളയരാശിയാണ്. അത് രണ്ടും ഗുണദോഷ സമ്മിശ്രത്തെയാണ് നമുക്ക് സാധിക്കുക മകരക്കൂറുകാരെ സംബന്ധിച്ച്. ആരോഗ്യകാര്യത്തിൽ മകരക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശിരോരോഗവും അതോടൊപ്പം തന്നെ ഹൃദയ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും ഉദര രോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ സന്താന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ലേശം അല്പം മനസ്സിനൊരു വിഷമം ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. കുട്ടികളെ ഓർത്തിട്ടുള്ള വിഷമങ്ങളും മറ്റൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഈ ഒരു വാരത്തിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് കാണാം. അങ്ങനെയെങ്കിൽ വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും അതോടൊപ്പം വിദേശ യാത്ര സംബന്ധപ്പെട്ടിരുന്ന വിഷയങ്ങളിലൊക്കെ ഈ ഒരു വാരത്തിൽ അനുകൂലമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷവും സമാധാനവും നമുക്ക് കാണാവുന്ന ഒരു വാരമാണ്. പ്രണയിതാക്കളെ സംബന്ധിച്ച് വിവാഹത്തിലേക്ക് ബന്ധം എത്തിച്ചേരുന്നതിനും ഒക്കെ ഉള്ള ഒരു ഫലമായിട്ട് നന്മയെ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ കർമ്മമേഖലയിൽ പുരോഗതി തന്നെ പ്രതീക്ഷിക്കാം ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച്. ആ ഒരു ശുക്രൻ അവിടെ വളരെയധികം അനുകൂല സ്ഥിതിയിൽ അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എല്ലാ കാര്യത്തിലും കർമ്മമേഖലയിൽ തടസ്സങ്ങൾ നീങ്ങി വരുന്നതിനും പുതിയ ജോലി കയറ്റത്തിനും അല്ലെങ്കിൽ വേറെ
തലത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിനൊക്കെയുള്ള ഒരു സാധ്യത കൂടിയ ഒരു വാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ശനീശ്വരനെ നല്ലതുപോലെ ഭജിക്കാൻ സാധിക്കുക, നീരാഞ്ജനം നടത്തുക, ശനീശ്വരായ നമ എന്ന മന്ത്രം മുടങ്ങാതെ ജപിക്കാൻ സാധിക്കുക. ഒരു 108 പ്രാവശ്യമൊക്കെ ജപിക്കുക. സിമ്പിളായിട്ട് നമുക്ക് പറ്റും. ഒരു 10 മിനിറ്റൊക്കെ തന്നെ വേണ്ടു. വേണമെന്ന് വിചാരിച്ചാൽ അതൊക്കെ വളരെ ഫലത്തിലുള്ളതാണ്. അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക. ആദിത്യ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ശിവനെ ദർശനം ചെയ്യുക, കൂവളമാല നടത്തുക, അതോടൊപ്പം തന്നെ ധാര നടത്തുക, നെയ്വിളക്ക് സമർപ്പിക്കുക, പിൻവിളക്ക് സമർപ്പിക്കുക. ഇതൊക്കെ വളരെയധികം ശ്രേഷ്ഠകരമായിട്ടാണ് ഈ ഒരു വാരത്തിൽ മകരക്കൂറുകാർക്ക് എത്തിച്ചേരുക. അവിട്ടത്തിൻ്റെ അവസാന ഭാഗം ചതയം, പൂരുട്ടാതി നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2-ൽ രാഹുവും 4-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും, അതോടൊപ്പം തന്നെ 6-ാം ഭാവത്തിലാണ് ആദിത്യൻ, അതോടൊപ്പം തന്നെ ശുക്രനും 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ഒരു വെല്ലുവിളി ഈ ഒരു വാരത്തിൽ പ്രതീക്ഷിക്കണം. സാമ്പത്തികമായിട്ടും എല്ലാം ത്യജിച്ച് നീങ്ങേണ്ടുന്ന ഒരു വാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ തന്നെ അതിനെ വിട്ടുമാറി പോകുന്ന ഒരു കാര്യം ഇല്ലേ, കുറച്ച് നാൾ വീട് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് മാറിപ്പോവേണ്ടി വരും. ഇതിനൊക്കെയുള്ള ഒരു സാധ്യത കൂടിയ ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലും സാമ്പത്തികമായിട്ടുള്ള വരുമാനം കുറയുന്നല്ല, പക്ഷേ അനധികമായ ചെലവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നീങ്ങാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ വാക്ക് ദോഷങ്ങൾ വന്നു ചേരുന്നതിന് അനാവശ്യമായ വാക്കുകളും മറ്റൊക്കെ പറയുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സൗഹൃദങ്ങളിലും മറ്റും അനുകൂല സ്ഥിതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വാഹനാദി വിഷയങ്ങളിലും മറ്റും തടസ്സം നീങ്ങി വരുന്നതായിട്ട് കുംഭക്കൂറുകാർക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം സന്താന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു വാരമായിട്ടും, അതോടൊപ്പം തന്നെ അകാരണമായ ശത്രുക്കൾ വന്നു ചേരുന്നതിനും ഇല്ലേ കുടുംബത്തിൽ തന്നെ ഒരു സ്വസ്ഥത കുറയുന്നതിനുള്ള ഒരു വാരമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നീങ്ങണം. നിങ്ങൾ ദാമ്പത്യ പ്രണയ ജീവിതത്തിലും അല്പം സ്വസ്ഥത കുറവാണ് ഈ ഒരു വാരത്തിൽ. ഒന്ന് ശ്രദ്ധിക്കുക. അകാരണമായിട്ടുള്ള വാക്കുകളും അശ്രദ്ധയും ഒക്കെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുക കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം ആരോഗ്യ കാര്യത്തിൽ ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ, അതോടൊപ്പം ഹൃദയ രോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശിരോരോഗവും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു വാരത്തിൽ കുംഭക്കൂറുകാർ. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം നടത്തുക, ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, ശനൈശ്വരായ നമ എന്ന മന്ത്രം 108 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജപിക്കാൻ സാധിക്കുക. ഏത് സമയത്തായാലും കുഴപ്പമില്ല. അതിനിപ്പോൾ കുളിച്ചില്ലെങ്കിലും സാരില്ല, അത് ജപിച്ചാൽ അത്രയും നല്ലതാണ്. ജപം എന്നുള്ളത് നമ്മളറിയാതെയുള്ള ഒരു വ്യായാമമായിട്ട് നമുക്കതിനെ കൊണ്ടു നടക്കാൻ വേണ്ടി സാധിക്കണം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നല്ലതുപോലെ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ രാശിയിൽ രാഹുവിൻ്റെ സ്ഥിതിയും 7-ാം ഭാവത്തിൽ കേതുവിൻ്റെ പൂർണ്ണ ഉദയവും, അതോടൊപ്പം തന്നെ 3-ാം ഭാവത്തിലുള്ള വ്യാഴവും ചൊവ്വയും, അതോടൊപ്പം തന്നെ 5-ാം ഭാവത്തിലുള്ള ആദിത്യനും വളരെയധികം ഗുണമാണ് ഈ ഒരു വാരത്തിൽ. 5-ലുള്ള ആദിത്യൻ വളരെയധികം സുഹൃത്തത്തെയാണ് സൂചിപ്പിക്കുക. വളരെയധികം പുരോഗതി ഈ ഒരു വാരത്തിൽ പ്രതീക്ഷിക്കാം. എങ്ങനെയെങ്കിൽ 12-ാമത്തെ ഭാവത്തിൽ അകാരണമായ തടസ്സങ്ങളും നഷ്ടങ്ങളും ഒക്കെ വന്നുപോയുള്ളവർക്ക് അതിൻ്റെ ഒരു ക്ഷീണത്തിലൂടെ ആയിരിക്കാം സഞ്ചരിക്കുക. ഇല്ല, വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് മീനക്കൂറുകാർ. അവർക്കൊക്കെ അതിൽ നിന്ന് റിലീഫായിക്കൊണ്ട് വരാനുള്ള ഒരു സാധ്യത, അതിപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കാം, ഏതിലായാലും അതിനൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു ഉന്മേഷം കാണുന്ന ഒരു വാരം തന്നെയാണ്. പുതിയ സൗഹൃദ സഹായ ഹസ്തങ്ങളൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണാം. അനവധി സൗഹൃദങ്ങൾ നല്ലതായിട്ട് വന്നു ചേരും. അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിൽ തടസ്സം നീങ്ങുന്നതിനും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ അനുകൂലപ്പെട്ടു വരുന്നതിനും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലൊക്കെ വളരെ ശ്രേഷ്ഠമായ ലാഭകരമായ രീതിയിൽ പര്യവസാനിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നിത്യ വാഹനാദി വിഷയങ്ങളിലൂടെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്. ഇല്ല, എത്രയോ പേര് ഇപ്പോൾ അതൊക്കെയാണ് ഈ വാഹനം എന്ന് പറയുമ്പോൾ അതും കൂടി നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഇപ്പോൾ എല്ലാവരും പറയാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പം തന്നെ ഒരുപാട് സമയമാവുന്നത് കൊണ്ടാണ്. വാഹനാദി വിഷയം പറയുമ്പോൾ വാഹനം ഓടിക്കുന്നവരായാലും അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾ വിദേശത്തായാലും ഇവിടെ അവരൊക്കെ ഉള്ളതാണ് ആ ഫലം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതൊക്കെ വളരെ അനുകൂലമായിട്ടാണ് കാണുക. സന്താന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ദീർഘനാളുകളായി കുട്ടികളില്ലാത്ത വിഷമങ്ങളുള്ളവർക്കൊക്കെ അതിനൊക്കെയുള്ള ഒരു അനുകൂല കാലഘട്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വിവാഹ പ്രണയ ജീവിതത്തിലുള്ളവർക്ക് അനുകൂല കാലഘട്ടം തന്നെയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. ആരോഗ്യപരമായ കാര്യത്തിൽ മീനക്കൂറുകാർ ഉദരരോഗങ്ങളും അതോടൊപ്പം തന്നെ ശിരോരോഗവും അത് വളരെയധികം ശ്രദ്ധിക്കുക. നേത്രരോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ
മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളൊന്ന് അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്കവാറും അശ്രദ്ധ കൊണ്ടുണ്ടാവുന്നതാണ്. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, പാൽപ്പായസം നടത്തുക, തുളസിമാല നടത്തുക, അതോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യുക, ശനീശ്വരനെ നല്ലതുപോലെ ഭജിച്ച് ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പം നാമജപാദികളൊക്കെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന ഒരു കാലമായിട്ടാണ് കർക്കിടക. എല്ലായിടത്തും രാമനാമമാണ്. നമ്മളും അതോടൊപ്പം ചേരാൻ സാധിക്കട്ടെ മീനക്കൂറുകാർ. ഈ ഒരു വാരത്തിലെ വാരഫലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നല്ല നല്ല നിർദ്ദേശങ്ങളും കമൻറ്റുകളും താഴെ കൊടുക്കുക. നന്ദി, നമസ്കാരം.